ജാതി പറഞ്ഞ് വ്യക്തിപരമായി ഇൻസൾട്ട് ചെയ്താലും ജാതി സെൻസസ് നടപ്പിലാക്കാൻ തന്നെ മുന്നോട്ട് പോകുമെന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അനുരാഗ് ഠാക്കൂർ ഗാന്ധി കുടുംബത്തിൻ്റെ ജാതിയെക്കുറിച്ച് പറഞ്ഞ് സംസാരിച്ചത് സഭാരേഖകളിൽ നിന്ന് നീക്കുമെന്ന് പറഞ്ഞെങ്കിലും ആ നീക്കം ചെയ്യപ്പെടാതെ തുടരുകയും ആ ഭാഗം തന്നെ ബഹുമാന്യനായ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കുവച്ചിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പാർലമെൻറ്റിലുണ്ടായ ബഹളത്തിനിടയിലാണ് ഈ കാര്യം പറഞ്ഞത്. അതെ, ജാതി സെൻസസ് ഒരുപാട് പേരെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഈ രാജ്യമൊട്ടാകെ ജാതി സെൻസസ് നടത്തണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെ ഒരു ആവശ്യം പല സംസ്ഥാനങ്ങളിൽ നിന്നും പിന്നീടുണ്ടായി. കർണാടക അത് പൂർത്തിയാക്കി പുറത്തുവിട്ടില്ല. ബീഹാറും ജാതി സെൻസസ് നടത്തണം എന്ന ആവശ്യത്തിന്മേലാണ് നിൽക്കുന്നത്. ജാതി സെൻസസ് നടത്തുന്നത് വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് എല്ലാ ജാതിക്കും ഇന്ത്യയുടെ ഭരണയന്ത്രം തിരിക്കുന്നതിൽ എത്ര ശതമാനം പങ്കുണ്ട്, അവരെവിടൊക്കെയാണ്, അവരുടെ സാന്നിധ്യം എത്രത്തോളമുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയാണ്. അതായത് മഹാഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തെ ഒരു ചെറു ന്യൂനപക്ഷമാണോ നയങ്ങളും നിലപാടുകളും രൂപീകരിച്ച് നയിക്കുന്നത്, അതോ ജനാധിപത്യത്തിൽ പറയുന്ന റെപ്രസെൻറ്റേറ്റീവ് നേച്ചർ ഇത്തരം കാര്യങ്ങളിലുണ്ടോ? ഇതിനാണ് ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റ് ചർച്ചയിൽ ഈ പറഞ്ഞ ഹൽവ പങ്കുവെക്കലും ബഡ്ജറ്റ് ഉണ്ടാക്കലിനെക്കുറിച്ചും രാഹുൽ ഗാന്ധി പറഞ്ഞതിന് മറുപടിയായാണ് അനുരാഗ് ഠാക്കൂർ പേര് പറയാതെ ഗാന്ധി കുടുംബത്തിൻ്റെ ജാതി പറഞ്ഞ് സംസാരിച്ചത്. അതൊന്നും ഇപ്പോഴത്തെ പാർലമെൻറ്റിൽ ഒരു പുതുമയല്ല. ഡാനിഷലിയെ മുഖത്ത് നോക്കി തീവ്രവാദി എന്ന് വിളിച്ചിട്ട് പോലും ഒരു നടപടിയും ഉണ്ടാകാത്ത ഒരു പാർലമെൻറ്റാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ജഗദംബിക പാൽ എന്ന് പറയുന്ന ആളായിരുന്നു ചെയറിലുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് രേഖകളിലുണ്ടാവില്ല, നീക്കം ചെയ്യുമെന്ന്. ആ പറഞ്ഞ വാക്കുകൾ ടെക്സ്റ്റായി അവിടെ തന്നെയുണ്ട്. പക്ഷേ പിന്നീട് അത് എക്സ്പഞ്ച് ചെയ്തില്ല എന്ന് മാത്രവുമല്ല, എക്സ്പഞ്ച് ചെയ്യാത്ത വേർഷനാണ് വളരെ മനോഹരമായി എൻ്റെ സഹപ്രവർത്തകൻ നടത്തിയ പ്രസംഗം എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ എക്സ് പ്രൊഫൈലിൽ പങ്കുവച്ചതും. അതിനെ തുടർന്നാണ് പാർലമെൻറ്റിൽ ഈ വിഷയമുണ്ടായത്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞത്, എന്നെ എത്രമേൽ വ്യക്തിപരമായി ആക്രമിച്ചാലും ഇൻസൾട്ട് ചെയ്താലും ഇന്ത്യയുടെ സ്കാനിംഗ് റിപ്പോർട്ട് അത് ആവശ്യമാണ്. ഇന്ത്യയിലെ ഏത് ജനവിഭാഗങ്ങൾ എവിടെയെല്ലാം ഉണ്ട് എന്നറിയേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉറച്ച വാക്കുകൾ. മല്ലികാർജ്ജുന ഖാർഗെയും അതിനെ പിന്തുണയ്ക്കുകയുണ്ടായി.